ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫിസിക്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഫിസിക്സിലെ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഫസ്റ്റ് പാർട്ട് കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാം. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോയിലേക്ക് പോവാം. Now we can move to the first question. The question is, based on the graph given below, explain the anomalous expansion of water. അപ്പോൾ നമുക്ക് രണ്ട് ഗ്രാഫുകൾ തന്നിട്ടുണ്ട്. ഒരെണ്ണത്തിലെ ഫസ്റ്റ് ഗ്രാഫിൽ ടെമ്പറേച്ചർ is taken along x-axis and volume of 1 kilogram of water is taken along y-axis. അതായത് ടെമ്പറേച്ചറും വോളിയം ഓഫ് 1 kilogram of വാട്ടറുമാണ് x-axisലും y-axisലും എടുത്തിട്ടുള്ളത്. അതിന്റെ ഗ്രാഫാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത കേസിൽ തന്നിട്ടുള്ളത് എന്താണ്? ടെമ്പറേച്ചർ ആണ് x-ആക്സിസിലുള്ളത്, y-ആക്സിസിലെ ഡെൻസിറ്റി ആണ് തന്നിട്ടുള്ളത്. അപ്പൊ അവിടെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു പ്രത്യേകത, അതായത് ഇവിടെ 4 ഡിഗ്രി ആവുന്ന സമയത്ത് നമുക്ക് മാക്സിമം ഡെൻസിറ്റി കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. വോളിയം എന്ന് പറയുന്നത് എത്രയാണ്? മിനിമം ആണ് 4 ഡിഗ്രിയിൽ വരുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ വാട്ടറിന് ഒരു പ്രത്യേകത ഉണ്ട്. സാധാരണ കേസസിൽ എല്ലാ ലിക്വിഡ്സും നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താ ചെയ്യുക? എക്സ്പാൻഡ് ചെയ്യും അല്ലെ. സാധാരണ കേസസിലുള്ള ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ ലിക്വിഡ്സ് എല്ലാം എക്സ്പാൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കൂൾ ചെയ്ത് കഴിയുന്ന സമയത്ത് അത് എന്ത് ചെയ്യും? കോൺട്രാക്ട് ചെയ്യും. ഓക്കെ, എന്നാൽ അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് വാട്ടർ ബിഹേവ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ രീതിയിലാണ്, ഒരു പ്രത്യേക രീതിയിലാണ് വാട്ടർ ബിഹേവ് ചെയ്യുന്നത്. ആ ബിഹേവിയറിനെയാണ് നമ്മൾ പറയുന്നത് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ കാണുന്നത് എന്താണ്? വാട്ടർ അനോമലസ് ബിഹേവിയർ കാണിക്കാനുള്ള കാരണം അത് നമ്മളൊരു 0 ഡിഗ്രി ടു 4 ഡിഗ്രി ആണ് ഹീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? കോൺട്രാക്ട് ചെയ്യും. ഓക്കെ, സാധാരണ അത് എന്താ ചെയ്യേണ്ടത്? എക്സ്പാൻഡ് ചെയ്യാണ് വേണ്ടത് അല്ലെ. ലിക്വിഡ്സ് ആണ്. അപ്പൊ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് സംഭവിക്കും? ഇവിടെ 0 ഡിഗ്രി മുതൽ 4 ഡിഗ്രി വരെ നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ കാണാൻ പറ്റുന്നത്? യെസ്, ദാറ്റ് കോൺട്രാക്ട്സ്. ഓക്കെ, അപ്പൊ അതിന്റെ വോളിയം എന്താ ചെയ്യുന്നത്? ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് ദെൻ when it is heated after 4 degree Celsius എന്ത് ചെയ്യുന്നുണ്ട്? it expands like other liquids. അപ്പോൾ after 4 degree എന്ത് സംഭവിക്കുന്നുണ്ട്? അത് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ till 4 degree അത് എന്താ ചെയ്യുന്നത്? കോൺട്രാക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? വാട്ടറിന് മിനിമം വോളിയവും അതുപോലെ തന്നെ മാക്സിമം ഡെൻസിറ്റിയും കിട്ടുന്നത് ഏത് ഡിഗ്രിയിലാണ്? 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ അതിനെയാണ് നമ്മൾ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പൊ സാധാരണ കേസിൽ ഉണ്ടാവുന്നതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അതായത് water contracts on heating from 0 degree to 4 degree. 0 degree മുതൽ 4 degree വരെ അത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താ ചെയ്യുക? കോൺട്രാക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇനി ആഫ്റ്റർ 4 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ദാറ്റ് വിൽ എക്സ്പാൻഡ്. അതായത് സാധാരണ ലിക്വിഡ് പോലെ തന്നെ അത് ബിഹേവ് ചെയ്യും. പക്ഷെ ഈ ഒരു ടെമ്പറേച്ചർ ഓർത്തിരിക്കണം. 0 ഡിഗ്രി ടു 4 ഡിഗ്രി ആണെങ്കിൽ മാത്രം അത് എന്ത് ചെയ്യും? കോൺട്രാക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി അവിടെ കിട്ടുന്ന മാക്സിമം ഡെൻസിറ്റിയും അതുപോലെ തന്നെ മിനിമം വോളിയം ഏത് ഡിഗ്രിയിലായിരിക്കും? 4 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. അപ്പൊ അതാണ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. The next question is, why the bodies of water such as lakes and ponds freeze at the top first? എന്തുകൊണ്ടാണ് ലേക്സിന്റെ പോൺസിന്റെ ഒക്കെ മുകൾ ഭാഗം അതായത് ഫ്രീസ് ചെയ്യുന്നത്? ഫസ്റ്റ് അതിന്റെ ടോപ്പ് പോർഷൻ ആയിരിക്കും ഫ്രീസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ റീസൺ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മളിപ്പോ പഠിച്ചൊരു കാര്യമാണ് വാട്ടറിന്റെ അനോമലസ് എക്സ്പാൻഷൻ അല്ലെ. അതായത് വാട്ടറിന്റെ മിനിമം വോളിയവും അതുപോലെ തന്നെ മാക്സിമം ഡെൻസിറ്റി ഉള്ളത് എത്ര ഡിഗ്രിയിലാണ്? യെസ്, 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ ഒരു 4 ഡിഗ്രി സെൽഷ്യസ് ആവുന്ന സമയത്ത് വാട്ടറിന് മിനിമം വോളിയം ആയിരിക്കും. ആ സമയത്ത് എന്തുണ്ടായിരിക്കും? മാക്സിമം ഡെൻസിറ്റി ഉണ്ടായിരിക്കും. വാട്ടറിന്റെ കേസാണ് പറയുന്നത്, നോട്ട് ലൈക്ക് അതർ ലിക്വിഡ്സ്. ഓക്കെ, ഇനി ഈ കേസിൽ എന്തുണ്ടാവും? ലേക്ക് ഒരു 4 ഡിഗ്രിയിലേക്ക് തണുക്കുന്ന സമയത്ത് if the lake cools towards 4 degrees Celsius, what will happen? Water near the surface become denser. അതായത് സർഫസിൽ ഉള്ള വാട്ടർ എന്തായിട്ട് മാറും? ഡെൻസർ ആയിട്ട് മാറും. ഇനി ഡെൻസിറ്റി കൂടിയ ലിക്വിഡ്സ് അല്ലെങ്കിൽ ഡെൻസിറ്റി കൂടിയ എന്ത് സബ്സ്റ്റൻസ് ആണെങ്കിലും അത് എന്താ ചെയ്യുക? സിങ്ക് ചെയ്യും അല്ലെ. അപ്പൊ 4 ഡിഗ്രി ആവുന്ന സമയത്ത് സർഫസ് ഓഫ് വാട്ടർ എന്തായിരിക്കും? അത് ഹൈ ഡെൻസർ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഡെൻസർ ആയതുകൊണ്ട് അത് സിങ്ക് ചെയ്യും. ഇനി ദെൻ ദ വാമർ ആയിട്ടുള്ള വാട്ടർ എന്തായിരിക്കും? ലെസ് ഡെൻസ് ആണ്. അതുകൊണ്ട് തന്നെ വാട്ടർ നിയർ ദ ബോട്ടം റൈസസ്. അപ്പൊ താഴ്ഭാഗത്തുള്ള വാട്ടർ എന്താണ്? അത് വാമർ ആണ്. അതുപോലെ തന്നെ അതുകൊണ്ട് ഡെൻസിറ്റി കുറവായിരിക്കും. അപ്പൊ ഡെൻസിറ്റി കുറഞ്ഞത് എന്ത് ചെയ്യും? ബോട്ടം ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യും? റൈസ് ചെയ്യാൻ തുടങ്ങും. When this layer cools to 0 degree, it freezes. അപ്പൊ അതെന്താ ചെയ്യുന്നത്? 0 ഡിഗ്രി ആവുന്ന സമയത്ത് മുകൾ ഭാഗം എന്ത് ചെയ്യും? ഫ്രീസ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ബീങ് ലെസ് ഡെൻസ് റിമെയിൻസ് അറ്റ് ദ സർഫസ്. അത് ഡെൻസിറ്റി കുറവായതുകൊണ്ട് എന്ത് സംഭവിക്കും? അത് സർഫസിൽ തന്നെ നിൽക്കും. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് അവിടെ എന്ത് പറയാൻ പറ്റുന്നത്? ഫിഷസും അതുപോലെ തന്നെ ബാക്കിയുള്ള
ക്രിയേച്ചേഴ്സ് ഒക്കെ അവിടെ സേഫ് ആയിട്ടിരിക്കാനുള്ള കാരണം. ഓക്കെ, അപ്പൊ എങ്ങനെ എഴുതാം? This is due to the anomalous expansion of water, and water has minimum volume and hence maximum density at 4 degree. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, അനോമലസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ മിനിമം വോളിയം ആയിരിക്കും, ദെൻ മാക്സിമം ഡെൻസിറ്റി കിട്ടുന്നത് 4 ഡിഗ്രി സെൽഷ്യസ് ആണ് വാട്ടറിന്റെ കേസിൽ. ഇനി as a lake cools towards 4 degree, കൂൾ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? വാട്ടർ നിയർ ദി സർഫസ് ബിക്കംസ് ഡെൻസർ. വാട്ടർ നിയർ ദി സർഫസിലുള്ളത് എന്തായി മാറും? ഡെൻസർ ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ ദാറ്റ് വിൽ സിങ്ക്. ആൻഡ് ദെൻ ദി വാർമർ ആൻഡ് ലെസ് ഡെൻസ് വാട്ടർ നിയർ ദി ബോട്ടം റൈസസ്. When this layer cools to 0 degree, it freezes and being less dense remains at the surface. The next question is define heat capacity. എന്താണ് heat capacity എന്നുള്ളതാണ് question. Heat capacity എന്ന് പറഞ്ഞാൽ എന്താണ്? Amount of heat required to raise the temperature of the substance by 1 unit. അതായത് ഒരു സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 യൂണിറ്റ് ഇൻക്രീസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എമൗണ്ട് ഓഫ് ഹീറ്റിനെയാണ് എന്ത് പറയുന്നത്? ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് എസ് ആണ് ഹീറ്റ് കപ്പാസിറ്റി റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അതെന്താണ്? ഇറ്റ് ഈസ് ദ amount of heat required to raise the temperature of the substance by 1 unit. അതായത് 1 യൂണിറ്റ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സബ്സ്റ്റൻസിന് ആവശ്യമായിട്ടുള്ള ഹീറ്റിനെയാണ്, എമൗണ്ട് ഓഫ് ഹീറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതായത് എസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി എന്നുള്ളതാണ്. വാട്ട് ഈസ് ദ യൂണിറ്റ്? യൂണിറ്റ് ഈസ് ജൂൾ പെർ കെൽവിൻ ഓർ ജൂൾ കെൽവിൻ ഇൻവേഴ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വി ഹാവ് ഡിഫൈൻ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്നുള്ളതാണ്. നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി പറഞ്ഞ സമയത്ത് എന്താണ് പറഞ്ഞത്? അതായത് ഒരു എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ആണ് അല്ലെ, എന്തിനു വേണ്ടിയിട്ടാണ്? ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് ദി സബ്സ്റ്റൻസ് ബൈ 1 യൂണിറ്റ്. അതായത് ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 യൂണിറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള എമൗണ്ട് ഓഫ് ഹീറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതായത് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി ആണെന്ന് പറഞ്ഞു. ഇനി സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ അതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ സ്പെസിഫിക് ഹീറ്റ് ആവുന്ന സമയത്ത് ഒരു യൂണിറ്റ് മാസ് സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി, അതായത് 1 യൂണിറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അത്ര വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എസ് ആണ്, സ്മോൾ ലെറ്റർ എസ് എന്നാണ് എഴുതുന്നത്. ഓഫ് എ സബ്സ്റ്റൻസ് ഇസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് യൂണിറ്റ് മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് ബൈ 1 യൂണിറ്റ്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് അല്ല എടുക്കുന്നത്, അതിന് പകരം എന്താണ്? ഒരു യൂണിറ്റ് മാസ് സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ ഒരു യൂണിറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എനർജിയാണ് എന്ത് പറയുന്നത്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. സോ എസ് ഇസ് ഈക്വൽ ടു 1/m ഇൻറ്റു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി ആണ്. 1/m ഇൻറ്റു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി ആണ്. യൂണിറ്റ് ജൂൾ kilogram inverse Kelvin inverse. Joule kilogram inverse Kelvin inverse. Next we have define molar specific heat capacity. അപ്പൊ ഇതൊക്കെ കണക്റ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മോളാർ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഓൾസോ ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 മോൾ ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 യൂണിറ്റ്. അപ്പൊ ഇവിടെ എന്തായിരിക്കണം? 1 മോൾ ഓഫ് എ സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ ഒരു യൂണിറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള ഹീറ്റ് എനർജി, അതായത് എമൗണ്ട് ഓഫ് ഹീറ്റിനെയാണ് എന്ത് പറയുന്നത്? യെസ്, മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ temperature of 1 mole of the substance by 1 unit. 1 mole of the substance by 1 unit ആണ്. C is equal to C എന്നാണ് നമ്മൾ മോളാർ സ്പെസിഫിക് ഹീറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. C is equal to 1/mu into delta Q by delta T ആണ്. അതിന്റെ യൂണിറ്റ് എന്താണ്? ജൂൾ മോൾ ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ആ മൂന്നെണ്ണത്തിനെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പൊ സാധാരണ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഹീറ്റ് required to raise the temperature of the substance by 1 unit. ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യാനാണ്? 1 യൂണിറ്റ് ഇൻക്രീസ് ചെയ്യാനാണെങ്കിൽ അത് ഹീറ്റ് കപ്പാസിറ്റി. ഇനി സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ഒരു യൂണിറ്റ് മാസ് സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ ഒരു യൂണിറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എനർജിയാണ്. ഇനി അതേപോലെ തന്നെ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആകുമ്പോൾ എന്താണ്? ഒരു മോൾ സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 യൂണിറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള എമൗണ്ട് ഓഫ് ഹീറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ?
The next question is why gases have two specific heat capacities. അതായത് ഗ്യാസിന്റെ കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവയ്ക്ക് രണ്ട് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റീസ് ഉണ്ട്. സോ വാട്ട് ഈസ് ദ റീസൺ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് ഗ്യാസസിന്റെ കേസിൽ രണ്ട് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റീസ് ഉള്ളത്? അതെന്തായിരിക്കും കാരണം? ഗ്യാസ് എന്ന് പറഞ്ഞാൽ അതൊരു കംപ്രസിബിൾ ആണ് അല്ലെ? ഗ്യാസ് ഇസ് കംപ്രസിബിൾ. സോ ഹീറ്റ് ട്രാൻസ്ഫർ ക്യാൻ ബി അച്ചീവ്ഡ് ബൈ കീപ്പിംഗ് ഐദർ പ്രഷർ ഓർ വോളിയം കോൺസ്റ്റന്റ്. അപ്പൊ നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന സമയത്ത് ഒന്നുകിൽ പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വെക്കാം അല്ലെങ്കിൽ വോളിയം കോൺസ്റ്റന്റ് ആക്കി വെക്കാം. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? സോ ഗ്യാസ് ഹാവ് ടു ടൈപ്സ് ഓഫ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റീസ്, ദാറ്റ് ഈസ് CP ആൻഡ് CV. അപ്പൊ എങ്ങനെ പറയാം? ഗ്യാസ് ഈസ് കംപ്രസിബിൾ. ഗ്യാസ് കംപ്രസിബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ ക്യാൻ ബി അച്ചീവ്ഡ് ബൈ കീപ്പിംഗ് ഐദർ പ്രഷർ ഓർ വോളിയം കോൺസ്റ്റന്റ്. അതായത് പ്രഷർ അല്ലെങ്കിൽ വോളിയം കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. സോ ഗ്യാസസ് ഹാവ് ടു ടൈപ്സ് ഓഫ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റീസ്, ദാറ്റ് ഈസ് CP ആൻഡ് CV. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. എന്താണ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇങ്ങനെ പറയാൻ പറ്റും, മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 mole ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 unit കീപ്പിംഗ് ഇറ്റ്സ് പ്രഷർ കോൺസ്റ്റന്റ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മോളാർ സ്പെസിഫിക് കപ്പാസിറ്റിയുടെ സെയിം ഡെഫിനിഷൻ ആണ്. പക്ഷെ അവിടെ എന്തായിരിക്കും? പ്രഷർ എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പൊ സെയിം ഓർഡറിൽ തന്നെ എന്ത് പഠിച്ചു വെക്കാം? നമുക്ക് ഡെഫിനിഷൻസ് പഠിച്ചു വെക്കാം. അപ്പൊ മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദ amount of heat required to raise the temperature of 1 mole of the substance by 1 unit കീപ്പിംഗ് ഇറ്റ്സ് പ്രഷർ കോൺസ്റ്റന്റ്. അപ്പൊ എങ്ങനെ എഴുതാം? CP എന്നാണ് നമ്മൾ എഴുതുന്നത്. അതായത് സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറയുന്നത് CP എന്നാണ് എഴുതുക. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1 by mu delta Q by delta T at constant pressure. Okay. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഡിഫൈൻ മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. അപ്പൊ എളുപ്പമല്ലേ? എങ്ങനെയായിരിക്കും കോൺസ്റ്റന്റ് വോളിയത്തിനകത്ത് ഉണ്ടാവുന്ന സ്പെസിഫിക് കപ്പാസിറ്റി എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും? മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദ amount of heat required to raise the temperature of 1 mole of the substance by 1 unit keeping its volume constant. അപ്പൊ അവിടെ എന്ത് ചേഞ്ച് മാത്രമാണ് വരുന്നത്? അവിടുത്തെ വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ. then CV is equal to 1 by mu into delta Q by delta T at constant volume. അപ്പൊ എങ്ങനെ എഴുതാം? CV എന്ന് പറയുന്നത് എന്താണ്? സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by mu into delta Q by delta T at constant volume. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ is the next question is write the specific capacity of water. വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എത്രയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ദ സ്പെസിഫിക് കപ്പാസിറ്റി ഓഫ് വാട്ടർ ഈസ് 4186. ദാറ്റ് മീൻസ് ജൂൾ, കിലോഗ്രാം ഇൻവേഴ്സ് ആൻഡ് കെൽവിൻ ഇൻവേഴ്സ്. സോ സ്പെസിഫിക് കപ്പാസിറ്റി ഓഫ് വാട്ടർ എത്രയാണ്? 4186 ആണ്. അതുപോലെ തന്നെ സ്പെസിഫിക് കപ്പാസിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ടർ ഈസ് യൂസ്ഡ് ആസ് കൂളന്റ് ഇൻ ഓട്ടോമൊബൈൽ റേഡിയേറ്റേഴ്സ് ആസ് വെൽ ആസ് എ ഹീറ്റർ ഇൻ ഹോട്ട് വാട്ടർ ബാഗ്സ്. വൈ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടാണ് നമ്മൾ ഹോട്ട് വാട്ടർ ബാഗ്സിനകത്തും അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ റേഡിയേറ്റേഴ്സിനകത്ത് കൂളന്റ് ആയിട്ടൊക്കെ വാട്ടർ ഉപയോഗിക്കുന്നത്? അപ്പൊ അതിന്റെ റീസൺ എന്താണ്? അതിന്റെ സ്പെസിഫിക് കപ്പാസിറ്റി ഓഫ് വാട്ടർ വെരി ഹൈ ആണ് അല്ലെ? അതായത് 4186 ആണ്. അപ്പൊ അത്രയും കൂടുതൽ സ്പെസിഫിക് കപ്പാസിറ്റി ഉള്ളതുകൊണ്ടാണ് നമ്മളത് റേഡിയേറ്റേഴ്സിനകത്താണെങ്കിലും അതുപോലെ തന്നെ ഹോട്ട് വാട്ടർ ബാഗ്സിനകത്തൊക്കെ യൂസ് ചെയ്യാനുള്ള കാരണം. അതുപോലെ തന്നെ മെഷർമെന്റ് ഓഫ് ഹീറ്റിനെ പറയുന്ന പേരെന്താണ്? കലോറിമെട്രി എന്നുള്ളതാണ്. ഇനി വിച്ച് ഡിവൈസ് വി ആർ യൂസിങ് ഫോർ മെഷറിംഗ് ഹീറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാം? കലോറിമീറ്റർ ആണ്. അപ്പൊ ആ കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക. കലോറിമെട്രി ആണ് മെഷർമെന്റ് ഓഫ് ഹീറ്റ്. അതുപോലെ തന്നെ കലോറിമീറ്റർ ആണ് മെഷർമെന്റ്, അതായത് ഡിവൈസ് വിച്ച് ഹീറ്റ് മെഷർമെന്റ് ക്യാൻ ബി മെയ്ഡ്. സോ ദാറ്റ് ഈസ് കോൾഡ് കലോറിമീറ്റർ. Now the next question is write the names of the following phase transitions. അടുത്ത phase transitions-ന്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെ സ്റ്റേറ്റിൽ നിന്ന്, അതായത് സോളിഡ് ടു ലിക്വിഡ് ആണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് എന്താണ്? യെസ്, മെൽറ്റിംഗ് ആണ് അല്ലെ? സോളിഡ് ടു ലിക്വിഡ് ആവുകയാണെങ്കിൽ അതിനെ മെൽറ്റിംഗ് എന്ന് പറയും. ഇനി ലിക്വിഡ് ടു സോളിഡ് ആണെന്നുണ്ടെങ്കിലോ, ലിക്വിഡിൽ നിന്ന് സോളിഡിലേക്കാണ് ഫേസ് ട്രാൻസിഷൻ നടക്കുന്നതെങ്കിൽ അതിനെ പറയുന്നത് എന്താണ്? ഫ്യൂഷൻ. ഓക്കെ. ലിക്വിഡ് ടു സോളിഡ് ആവുന്ന കേസിൽ ഫ്യൂഷൻ എന്ന് പറയും. ഇനി ലിക്വിഡ് ടു ഗ്യാസ് ആണെന്നുണ്ടെങ്കിലോ, ലിക്വിഡിൽ നിന്ന് ഗ്യാസ് ആവുന്ന സ്റ്റേജിനെ നമ്മൾ വേപ്പറൈസേഷൻ എന്നാണ് പറയുന്നത്. ഇനി ഗ്യാസ് ടു ലിക്വിഡ് ആണെങ്കിലോ,
ഗ്യാസ് ടു ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് കണ്ടൻസേഷൻ, ആൻഡ് സോളിഡ് ടു ഗ്യാസ്, അതായത് ഡയറക്ട്ലി എന്ത് ചെയ്യും, സോളിഡ് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകുന്നതാണ് എന്ത്, സബ്ലിമേഷൻ. അപ്പൊ ഈ സ്റ്റേജസ് ഒന്ന് ഓർത്തിരിക്കുക. അതായത് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, സോളിഡ് ടു ലിക്വിഡ് ആണെങ്കിൽ മെൽറ്റിംഗ് ആണ്, ലിക്വിഡ് ടു സോളിഡ് ഫ്യൂഷൻ, ദെൻ ലിക്വിഡ് ടു ഗ്യാസ് വേപ്പറൈസേഷൻ, ഗ്യാസ് ടു ലിക്വിഡ് കണ്ടൻസേഷൻ, ആൻഡ് സോളിഡ് ടു ഗ്യാസ് ഇസ് സബ്ലിമേഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ സോളിഡ് ആൻഡ് ദ ലിക്വിഡ് സ്റ്റേറ്റ്സ് ഓഫ് ദ സബ്സ്റ്റൻസ് കോ എക്സിസ്റ്റ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് ഈച്ച് അതർ ഇസ് കാൾഡ് ഡാഷ്. അതായത് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ സോളിഡ് ആൻഡ് ലിക്വിഡ് സ്റ്റേറ്റ്സ് ഓഫ് ദ സബ്സ്റ്റൻസ്, അതായത് സോളിഡ് അതുപോലെ തന്നെ ലിക്വിഡ് സ്റ്റേറ്റ് എന്ത് ചെയ്യാണ്, കോ എക്സിസ്റ്റ് ചെയ്യുന്നത്, തെർമൽ ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്ന ഇതിനെ നമ്മൾ പറയുന്നത് എന്താണ്, യെസ് ദാറ്റ് ഈസ് മെൽറ്റിംഗ് പോയിന്റ് വിത്ത് ഈച്ച് അതർ. ഓക്കെ, സോ ദാറ്റ് ഈസ് കോൾഡ് മെൽറ്റിംഗ് പോയിന്റ്. The next question is melting point dash with increase in pressure. Melting point dash with increase in pressure. Pressure increase ചെയ്യുന്ന സമയത്ത് melting point എന്ത് സംഭവിക്കും, yes decreases. That is melting point decreases with increase in pressure ആണ്. Next question is the temperature at which the liquid and the vapor states of the substance coexist in thermal equilibrium is called its dash. Yes, അതായത് temperature at which the liquid and the vapor states, ലിക്വിഡും അതുപോലെ തന്നെ വേപ്പർ സ്റ്റേറ്റ്സ് ഓഫ് ദ സബ്സ്റ്റൻസും കോഎക്സിസ്റ്റ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം, അതിനെ പറയുന്നത് എന്താണ്, യെസ് ബോയിലിംഗ് പോയിന്റ്. It is boiling point. Next point, the boiling point increases with increase in pressure. Boiling point increases with increase in pressure and decreases with a decrease in pressure. Okay, that is the boiling point increases with increase in pressure and decreases with decrease in pressure. ഇനി അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, കുക്കിംഗ് ഈസ് ഡിഫിക്കൽട്ട് ഓൺ ഹിൽസ്, ഗിവ് റീസൺ. എന്തുകൊണ്ടാണ് ഹിൽസിൽ കുക്കിംഗ് ഡിഫിക്കൽട്ട് ആവുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതെന്തായിരിക്കും റീസൺ? ദ ബോയിലിംഗ് പോയിന്റ് ഡിക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ പ്രഷർ ആണ് അല്ലെ. ഇനി ഹൈ ആൾട്ടിറ്റ്യൂഡ്സിലാവുന്ന സമയത്ത് അല്ലെങ്കിൽ ഹിൽസിലായിരിക്കുന്ന സമയത്ത് അവിടുത്തെ അറ്റ്മോസ്ഫിയർ പ്രഷർ എങ്ങനെയായിരിക്കും, ദാറ്റ് വിൽ ബി ലോവർ. ദാറ്റ് മീൻസ് അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ്സ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ലോവർ, സോ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഡിക്രീസസ് ആസ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ദ സീ ലെവൽ, സോ കുക്കിംഗ് വിൽ ബി ഡിഫിക്കൽട്ട്. ഓക്കെ, അതാണ് കുക്കിംഗ് ഹിൽ ഏരിയാസിൽ ഡിഫിക്കൽട്ട് ആവാനുള്ള റീസൺ. അപ്പൊ എങ്ങനെ എഴുതാം, ദ ബോയിലിംഗ് പോയിന്റ് ഡിക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ പ്രഷർ ആൻഡ് അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ്സ് ദ atmospheric pressure is lower, then boiling point of water decreases as compared to that of sea level, so cooking is difficult. The next question is cooking is faster using a pressure cooker, ഗിവ് റീസൺ. എന്തുകൊണ്ടാണ് പ്രഷർ കുക്കർ യൂസ് ചെയ്തുകൊണ്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് അത് വളരെ ഫാസ്റ്റർ ആവുന്നത്, കുക്കിംഗ് ഫാസ്റ്റർ ആവുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്തായിരിക്കും, ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ ആണ് അല്ലെ. ബോയിലിംഗ് പോയിന്റ് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. സോ ബോയിലിംഗ് പോയിന്റ് ഈസ് ഇൻക്രീസ്ഡ് ഇൻസൈഡ് എ പ്രഷർ കുക്കർ ബൈ ഇൻക്രീസിങ് ദ പ്രഷർ. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് പ്രഷർ കുക്കറിനകത്ത്, കാരണം അവിടെ എന്താണ്, ഇൻക്രീസ്ഡ് പ്രഷർ ആണ്. ഹെൻസ് കുക്കിംഗ് ഈസ് ഫാസ്റ്റർ. സോ ദ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ and boiling point is increased inside a pressure cooker by increasing the pressure. Hence cooking is faster. So hope it is clear to you. Now we can conclude the video. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. അടുത്ത പാർട്ടിൽ, അതായത് പാർട്ട് 3 നമുക്ക് ഈ ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആൻസേഴ്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അടുത്ത എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ക്വസ്റ്റൻ ആൻസേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, തീർച്ചയായിട്ടും എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.